CID രാമേന്ദ്രൻ റിട്ടയർഡ് SI ഈ സിനിമ കണ്ടു. ഇത് തിയേറ്ററിൽ റിലീസായപ്പോൾ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ OTT-ൽ മനോരമ മാക്സിൽ റിലീസായപ്പോഴാണ് കാണാൻ പറ്റിയത്. സനൂപ് സത്യനാണ് ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കലാഭവൻ ഷാജോൺ പ്രധാന വേഷത്തിൽ വന്ന ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. റിട്ടയർഡ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളാണെങ്കിൽ റിട്ടയർഡ് ആവുന്ന അന്നത്തെ ദിവസം രാത്രി 12 മണി വരെ ടൈമുണ്ട്, അതുവരെ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള, അത്രയ്ക്ക് ജോലിയോട് പാഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നാളെ മുതൽ യൂണിഫോം പുള്ളിക്കില്ല, ഇനി എന്ത് ചെയ്യും എന്ന ഒരു ആശങ്കയിലെത്തുമ്പോൾ പുള്ളി എടുക്കുന്ന ഒരു ചോയ്സ് ആണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു നല്ല പടം, ഒരു കൊച്ചു മികച്ച സിനിമ. നല്ല സ്റ്റോറി ലൈൻ ആണ്, എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, മിക്കവരുടെയും പെർഫോമൻസുകളും നല്ലതാണ്. ചെറിയ ബജറ്റ് വെച്ചിട്ട് നൈസായിട്ട് ഒരു കൊച്ചു മികച്ച ത്രില്ലർ ഒരുക്കിയതിന് ഇതിന്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും വേണം. കേസ് അന്വേഷണം ഒക്കെ നൈസ് ആയിരുന്നു. ആ ഒരു ക്രൈം നടത്തിയ വിധം, അതുപോലെ ആ പ്ലേസ് ഒക്കെ നൈസായിട്ട് തന്നെ പടത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം നന്നായിട്ട് വർക്ക് ആവുന്നതാണ് വിചാരിക്കുന്നത്. ഇതിലെ നായകൻ വളരെ അന്വേഷണത്വരയുള്ള ഒരു ട്രൂ ഡിറ്റക്റ്റീവ് മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. ഈ പടത്തിലെ ക്യാരക്ടറിന്റെ ആ ഒരു പാഷനൊക്കെ നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. രാമചന്ദ്രൻ എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പുള്ളി പോലീസുകാരനാണ്, പാഷനേറ്റ് ആണ് ജോലിയെക്കുറിച്ച്. അതേസമയം പുള്ളിക്ക് വീട്ടിൽ ഒരു സോഫ്റ്റ്വെയർ സൈഡ് കൂടിയുണ്ട്. ആ ഒരു ബാലൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് ഷാജോൺ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഓവർ ഡ്രാമ ഒന്നുമില്ല എന്നതും വലിയൊരു ആശ്വാസമാണ്. ചില സ്ഥിരം പോലീസുകാരെല്ലാം മോറലി മോശക്കാരാണ്, അവർക്ക് ചെല്ലുന്നിടത്തെല്ലാം അവിഹിതമുണ്ട്, കുടുംബത്തിൽ ട്രാജഡി ഉണ്ട്, കള്ളുകുടിയനാണ്, ഇങ്ങനെയുള്ള ക്ലീഷ ഒന്നും ഇതിൽ ഇല്ലാത്തതും നൈസായിട്ട് തന്നെ തോന്നി. വലിയ സ്റ്റാർസ് അല്ല, ബട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ തന്നെയാണ് പടത്തിലെ മെയിൻ റോളുകളിലൊക്കെ വന്നിട്ടുള്ളത്. അനുമോള്, ബൈജു, സുധീർ കരമന, പ്രേംകുമാർ, ആനന്ദ് മന്മഥനൊക്കെ നൈസായിരുന്നു. ചില പുതുമുഖങ്ങളുടെ പ്രകടനങ്ങൾ കുറച്ച് ദുർബലമായിരുന്നു, ബട്ട് തീരെ മോശമാക്കി വെറുപ്പിച്ചിട്ടുമില്ല. ജോ ക്രിസ്റ്റോ സേവിയറിന്റെ ഛായാഗ്രഹണം, ലിജോ പോളിന്റെ എഡിറ്റിംഗ്, അനൂബി ഐവറിന്റെ മ്യൂസിക് എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു പാട്ടുള്ളത് ആവശ്യമില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. നെഗറ്റീവ്സ് പറഞ്ഞാൽ ചെറിയ ബജറ്റിൽ ഒരുക്കിയ സിനിമയുടെ കുറച്ച് പോരായ്മകൾ പടത്തിൽ മിക്കയിടത്തും ദൃശ്യമാവുന്നുണ്ട്. കുറച്ചുകൂടി വലിയ സ്കെയിലിൽ ഒരുക്കിയിരുന്നെങ്കിൽ ഈ പടം ഗംഭീര അപ്രിസിയേഷൻ ലഭിക്കേണ്ട സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ചിലരുടെ പ്രകടനങ്ങൾ കുറച്ച് ദുർബലമായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ കുറ്റവാളി ആരാണെന്നുള്ളത് ചിലർക്ക് അത്രയ്ക്ക് കണക്ട് ആവില്ല. ആ ക്യാരക്ടറിന്റെ വിസിബിലിറ്റി പ്രശ്നം കൊണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്രതിക്ക് നൽകുന്ന വിധി അങ്ങനെ ഒരു വിധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആ നിയമവശങ്ങളൊക്കെ കുറിച്ച് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണമായിരുന്നു എന്ന് തോന്നി. ആകമൊത്തം ടോട്ടലിൽ ഉള്ള ബജറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നല്ലൊരു കേസ് അന്വേഷണം, ഷാജോന്റെ നല്ല പെർഫോമൻസ് ഒക്കെ കൊണ്ട് ത്രില്ലർ പ്രേമികൾക്ക് ഒരു തവണ കണ്ടാൽ ഇഷ്ടമാവുന്ന വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. മിക്കവാറും ഇതിന് സീക്വൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വരുമ്പോൾ കുറച്ചുകൂടി നല്ല ബജറ്റിൽ, വലിയ സ്കെയിലിൽ, നല്ല പ്രൊമോഷനിലൊക്കെ വരികയാണെങ്കിൽ പൊളിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണം കാണാത്തവരുണ്ടെങ്കിൽ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയെന്ന്.